സ്ട്രെസ് ശരിക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ സ്ട്രെസ് ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ്. ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനതങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് തീർക്കും. പിന്നെ കരഞ്ഞ് നമ്മളൊന്നും നേടാനല്ലല്ലോ നോക്കുന്നത്, ഇന്നത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയല്ല. എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നുമില്ല. ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്? മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ചും ഈ ന്യൂസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് നെഗറ്റീവാണ് കേൾക്കുന്നതെല്ലാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുജയ, എനിക്കറിയാം സ്ട്രെസ്സുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് WHO കണക്ക് പറയുന്നത് 4-ൽ ഒരാൾക്ക് ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് സ്ട്രെസ്സസിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? സ്ട്രെസ് ശരിക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഓൾവേസ് ലൈക്ക് എ ഷാഡോ. നമ്മൾ സ്ട്രെസ് ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ്. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും എല്ലാവർക്കും അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്ന പെർസെൻറ്റേജസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലായിരിക്കും. അതിങ്ങനെ പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോഡി ഫിസിക്കലി നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ശബ്ദം പോയിരിക്കുകയാണ്, പക്ഷെ എന്നാലും നമ്മളൊരു കോസിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നമുക്കതിന് സ്ട്രെസ് ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റും. അതേസമയം ഇതേ സിറ്റുവേഷൻ വേറൊരു നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് എടുക്കാത്തൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സ്ട്രെസ് ഭീകരമായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സായി പോയി കഴിഞ്ഞ് ആ സ്ട്രെസ് നമ്മളെ ഒരു ആൻസൈറ്റി സിൻഡ്രോം അതിലേക്കൊക്കെ കൊണ്ടുപോകും. കൂടി നമുക്ക് ആൻഷ്യസ് ആകാം, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ഡിപ്രസ്ഡ് ആവും. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കണക്ഷൻ. അതെ, ഞാൻ ശരിക്കും കുറച്ചൊക്കെ ഇവിടെ പലരും എന്നെ കളിയാക്കാറുണ്ട്, അങ്ങ് ഇമോഷണൽ ആണ്. അത് ഇമോഷണൽ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്ട്രെസ് ഹോൾഡ് ചെയ്യില്ല, ഞാൻ കളയും, ഞാൻ അപ്പം തന്നെ കളയും. ഇപ്പോൾ അല്ല, പലർക്കും അറിയാത്ത ഒരു കാര്യം അത് സുജയ. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ സുജയ പറഞ്ഞ ആ പോയിന്റ് വളരെ നമുക്കിതുമായിട്ട് കണക്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പൊയ്മുഖങ്ങളില്ല, ഞാൻ എപ്പോഴും റിയലായിട്ട് നിൽക്കും. ബോൾഡ് എന്നുള്ളതിനേക്കാളും ഒരു റിയലാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ ഒത്തിരി സപ്രസ് ചെയ്യാതെ ബെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ്സിനെ ഇല്ലാതാക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം പലരും ഇന്ന് ചെയ്യുന്നത്, ഇത് സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു നെഗറ്റീവ് വേ ഓഫ് വെൻഡിങ് ചെയ്യാറുണ്ട്. ചിലർ സപ്രസ് ചെയ്ത് വെച്ച് അത് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻസിലോട്ട് പോകാറുണ്ട്. ഒരു പോസിറ്റീവ് വേ ഓഫ് വെൻഡിങ്, സുജയ അങ്ങനെ ഒരു പോസിറ്റീവ് വേ ഓഫ് വെൻഡിങ് ആണോ ചെയ്യുന്നത്? എനിക്ക് അത്രയും അടുപ്പമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ അതങ്ങ് എക്സിബിറ്റ് ചെയ്യും. ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനതങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് തീർക്കും. അത് മിക്കവാറും ആളുകൾക്ക് ഇപ്പോൾ അറിയാം. അതായത് എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ വരുന്ന എല്ലാവർക്കും അറിയാം. സങ്കടം വന്നു കഴിഞ്ഞാൽ അപ്പം കരയുമെന്നറിയാം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പം പൊട്ടിത്തെറിക്കുമെന്നറിയാം. അത് പക്ഷേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പരമാവധി ഞാൻ നിയന്ത്രിച്ച് നിർത്താറുണ്ട് അങ്ങനെ സംഭവിക്കാതെ. കാരണം നമ്മുടെ ഒരു അത് ശരിക്കും ഒരു നല്ല ക്വാളിറ്റി അല്ല നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മൾ ആ സ്ട്രെസ് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് നമ്മളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം പലരും തരാറുള്ളത് തെറ്റായ ഒരു ഉപദേശമാണ്. എനിക്ക് ഒരുപാട് പേര് തന്നിട്ടുള്ളൊരു ഉപദേശമാണ്, അങ്ങനെ നമ്മൾ കാണിക്കാൻ പാടില്ല, നമ്മൾ അങ്ങനെ സപ്രസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഭയങ്കര ബോൾഡല്ലേ, നിങ്ങൾ എന്തിനാണ് പിന്നെ കരയുന്നത്. ഞാൻ പക്ഷേ എൻ്റെ വേ ഓഫ് ഡൂയിങ് അങ്ങനെയാണ്. അതിലും എനിക്ക് ഒട്ടും ഒരു 0.01% പോലും എനിക്ക് അതിൽ ഫേക്ക് ചെയ്യാനില്ല. അപ്പോൾ പിന്നെ കരഞ്ഞ് നമ്മളൊന്നും നേടാനല്ലല്ലോ നോക്കുന്നത്, ഇന്നത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയല്ല. നമുക്കത് പറഞ്ഞ ഇമോഷൻ നമ്മൾ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും തല്ലി പൊട്ടിച്ചൊക്കെ ദേഷ്യം തീർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്ട്രെസ് കരച്ചിലായിട്ടാണ് പുറത്ത് വരിക. 2 രീതിയിലേ നമ്മുടെ ദേഷ്യം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ ആകാതെ നമ്മുടെ തന്നെ ഒരു ഓൺ ഫീലിംഗ്സിലൂടെ കളയുക. അതെ അതെ. ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഒരു കൂട്ടം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മെജോറിറ്റി എന്ന് തന്നെ ഞാൻ പറയും, മെജോറിറ്റി ലേഡീസും ഉണ്ട്. അവരുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. അവരോട് ഒരു സക്സസ്ഫുൾ ലേഡി എന്നുള്ള നിലയിൽ സുജയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരുന്നതിന് എനിക്ക് മുന്നേ അങ്ങനെ ജോലി ചെയ്ത ആരും എൻ്റെ ഇമ്മീഡിയറ്റ് റിലേഷനിൽ ആരുമില്ല. മാത്രമല്ല ഈ ജോലി കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പഠിച്ചുകൂടെ എന്ന് ചോദിച്ച ആളുകളാണ് ചുറ്റുമുള്ളത്. അതെന്ന് പറയുന്നത് ഒരു സ്റ്റിഗ്മയാണ് അല്ലേ. അപ്പോൾ അതിനെ അതുപോലെ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രിവിലേജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നു ഉദ്ദേശിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ അങ്ങനെയുള്ളവരോട് എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്?
ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാനായി മുകളിൽ നിന്ന് ആരെങ്കിലും വന്ന് പൊക്കിയെടുക്കും എന്ന് കരുതി നിൽക്കുന്ന ആ ഒരു സംവരണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തുനിൽപ്പ് കൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മളെ ഇനിഷ്യേറ്റീവ് എടുക്കണം. അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഇപ്പോൾ ബൈബിളിലൊക്കെ ആണെങ്കിൽ പറയുമല്ലോ താലന്തുകൾ, ഓരോരുത്തർക്കും അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പോൾ ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ കഴിവുണ്ടാവും. ഈ വീട്ടിൽ ഇരിക്കുന്ന ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും നല്ല പാചകക്കാരിയായിരിക്കും. അവർക്കൊരു ഷെഫായി മാറാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു, ഇപ്പോൾ തന്നെ ഈ വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിനാണ് ഇപ്പോൾ ആവശ്യക്കാരേറെ. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം, വീട്ടിലെ രുചി കിട്ടാനാണ് ആളുകൾ തേടി നടക്കുന്നത്. അത് അവിടെ ഇരുന്ന് തന്നെ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൺലൈൻ വഴി എന്തെല്ലാം സാധ്യതയുണ്ട്. അവിടെ നിന്ന് തന്നെ അവർക്ക് ബ്രാൻഡിങ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്രാൻഡിങ് ആൻഡ് അഡ്വർടൈസിങ് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുള്ള സ്ത്രീകൾ വേറെ ഉണ്ടാവാം. അതുവരെയൊക്കെ പഠിച്ചവരുണ്ടാവാം, പഠിച്ചിട്ട് ജോലിക്ക് പോകാതെ ഇരിക്കുന്നവർ. അങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. ഒരു പ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ പല കഴിവുള്ള ഒരുപാട് സ്ത്രീകളെ കാണും. അപ്പോൾ അവർ വീട്ടിലായിരിക്കുന്നത് വെച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി ആളുകളുമായിട്ട് ഇന്ററാക്ഷൻസ് നടക്കണം. ഇന്ററാക്ഷൻ നടന്നാലേ നമ്മുടെ സാധ്യതകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെ സുജയ, ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ടും എനിക്ക് ആ ഒരു പാർട്ടും കൂടെ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ സ്ട്രെസ് ഉണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പം മീഡിയയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് മീഡിയ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ മെൻ്റൽ ഹെൽത്തിനുള്ളൊരു പ്രാധാന്യം എന്താണ്? മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ചും ഈ ന്യൂസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് നെഗറ്റീവാണ് കേൾക്കുന്നതെല്ലാം. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസിനെ കുറിച്ചായിരുന്നു തുടർച്ചയായിട്ട്. ഞാനത് ലിസൺ ചെയ്യായിരുന്നു. എത്ര നേരമാണ് അപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാ ദിവസവും ഒന്നുകിൽ കൊലപാതകം, അല്ലെങ്കിൽ പീഡനം, അല്ലെങ്കിൽ അപകടങ്ങൾ, പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയെങ്കിലും ഒന്നുകിൽ പത്രത്തിൽ അല്ലെങ്കിൽ ചാനലിൽ എവിടെയെങ്കിലും എത്താതെ നമുക്ക് ഒരു ദിവസം കടന്നു പോകില്ല. ഇത് സാധാരണ ഒരാളുടെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ആ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവരുടെ മാനസിക സ്ഥിതി ആലോചിച്ച് നോക്ക്. ഡെയിലി നെഗറ്റീവ് കൈകാര്യം ചെയ്യുമ്പോഴേക്കും നമുക്കും ആ ഒരു നെഗറ്റീവായിട്ടുള്ള വൈബ് നമ്മിലേക്ക് വരും. അപ്പോൾ വാർത്തയായിട്ട് വിടുക എന്നുള്ളതാണ് അതിനകത്ത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ആ വാർത്തയിലെ ഉൾപ്പെട്ട ആളുകളുമായിട്ട് ചിലതൊക്കെ നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവും. ഈ പുഴയിൽ കാണാതായ ആളുടെ ചെറിയ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭാര്യ പറയുന്നുണ്ട്, എനിക്കൊന്ന് അർജുൻ്റെ ഭാര്യ കണ്ണാടിക്കലെ വീട്ടിൽ ഇരുന്നിട്ട് അവർ പറയാണ്, എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണം. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അമ്മ ഇരുന്നിട്ട് പറയാണ്, എൻ്റെ മോനാണ് ആ മണ്ണിനടിയിൽ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില വാചകങ്ങൾ, അതായത് രാഷ്ട്രീയക്കാരുടെ വാചകങ്ങളൊന്നും നമ്മളെ അങ്ങനെ സ്പർശിക്കില്ല. പക്ഷേ മനുഷ്യരുടെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാചകങ്ങൾ നമ്മളെ, എനിക്ക് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും. നമുക്ക് കൊള്ളും അത് നമുക്ക് മനസ്സിൽ കൊള്ളണം ശരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്തു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഈ ഇൻസിഡന്റ് ഹോണ്ട് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഇൻസിഡന്റ് തുടർച്ചയായിട്ട് ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു മെഡിറ്റേഷൻ ഒക്കെയാണ് പറ്റുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, നമ്മൾ കുറെ സമയം വെറുതെ ഇരിക്കുക, സ്പിരിച്വലി കൂടി നമ്മൾ എൻലൈറ്റൻ ആവണം. കാരണം നമ്മുടെ ഒരു ഹോൾ ബീയിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ലല്ലോ. നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ഒരു അവയർനെസ് പ്രധാനമാണ്. അപ്പോഴാണ് ശരിക്കും ഞാൻ ഒരുപാട് ക്രൈസിസിലൂടെ കടന്നാണ്. എൻ്റെ ഒരിക്കലും ഈസി ആയിട്ടല്ല ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് ക്രൈസിസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും വീണ് പോകുമെന്ന് കരുതിയ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്റ്റെപ്പ് വെച്ച് പതുക്കെ ചിലയിടത്തൊക്കെ എഴുന്നേറ്റും വീണ്ടും അങ്ങനെയൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പിച്ച വെച്ച് നടക്കുന്നു. അങ്ങനെ തന്നെയാണ് അത്. ഈ പിച്ച വെക്കലുണ്ടല്ലോ നമ്മുടെ ലൈഫിൻ്റെ ഏത് ഫേസിലും സംഭവിക്കാം. അപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പറ്റും.